friends, welcome to Fatima Cookery. ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നൊരു കിടിലൻ റെസിപ്പിയും അതുപോലെ തന്നെ നല്ല വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇതെന്താണെന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുക. അതിൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. എന്തായാലും ആദ്യം സദ്യ കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ബാക്കിയുള്ള വിശേഷം ലാസ്റ്റ് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. 2 കിലോയുടെ വാനില സ്പഞ്ചാണ് തയ്യാറാക്കാൻ പോണത്. അതിനായിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ വേണ്ട എന്ന് ഉള്ളവർക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്തായാലും 2 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്താൽ മാത്രമേ കേക്ക് നന്നായിട്ട് വരുള്ളൂ. അങ്ങനെ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കേക്ക് ടിന്നിൽ ഞാൻ ഓയിലും ബട്ടർ പേപ്പറും ഇട്ടിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മിക്സിംഗ് ബൗളിലോട്ട് 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കാൻ പോണത്. ഈ 4 മുട്ടയും നന്നായിട്ട് ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് ഒന്ന് പതഞ്ഞ് വന്നതിന് ശേഷം 2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വീതം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. എന്നാലേ നന്നായിട്ട് അത് മിക്സായി കിട്ടുള്ളൂ. നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് ഈ ഒരു ബാറ്റർ ആവശ്യം. അങ്ങനെ വിസ്ക് കൊണ്ടും തയ്യാറാക്കാം. പക്ഷേ ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് കൈ നല്ല വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ബീറ്ററിലോട്ട് മാറുകയാണ്. എന്നെ സഹായിക്കാൻ മോളും കൂടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആൾ കിട്ടിയതുകൊണ്ട് ഞാനൊന്ന് പഞ്ചസാര മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഈസി ആയിട്ടുണ്ട്. ഇനി ഹൈ സ്പീഡിലിട്ടിട്ട് വേണം ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരാൻ. നന്നായിട്ട് പതഞ്ഞ് വൈറ്റ് കളറിൽ ഇതുപോലെ ആവണത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കാൻ പോണത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലോർ നേരത്തെ അരിച്ച് വെച്ചിരുന്നത് ഒന്നുകൂടി അരിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പീഡിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തില്ലെങ്കിലും സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്താലും മതിയാവും. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൽ വെച്ച് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ. എടുത്തു വച്ചിരിക്കുന്ന അത്ര ഫ്ലോറും കുറച്ചായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു 1/2 കപ്പ് ബട്ടർ മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് പാലിലോട്ട് 1 ടീസ്പൂൺ വിനിഗർ ഒഴിച്ചിട്ട് എടുത്തതാണിത്. അതും ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ചെയ്തതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ്. കേക്ക് ബാറ്റർ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓവനിലോട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കാം. ഞാൻ 200 ഡിഗ്രിയിലാണ് ഓൺ ഷട്ടറിലിട്ടിട്ടാണ് ഞാൻ ഇത് പ്രീ ഹീറ്റ് ചെയ്തെടുത്തത്. ആ ഒരു മോഡിൽ തന്നെ ഇത് 45 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് കുറച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കി ഫ്രിഡ്ജിലോട്ട് തണുപ്പിക്കാൻ വയ്ക്കാം.
ഇനി ബൗളൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തുടച്ചെടുക്കണം. ഡ്രൈ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളായിരിക്കണം. ഇതിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് സ്റ്റിഫ് പീക്ക് ആവണ വരെ നന്നായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ ക്രീമും തയ്യാറായി കഴിഞ്ഞു. ഇനി കേക്ക് ഒരു 1.5 മണിക്കൂർ ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. കേക്ക് തണുത്തതിന് ശേഷം മാത്രമേ കേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവൂ. ഈ കേക്കിലിരുന്ന് മുകൾ ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തതൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കാം. ഇതുകൊണ്ടാണ് സദ്യയുടെ മുകളിലുള്ള കൂട്ടൊക്കെ തയ്യാറാക്കാൻ പോണത്. അതുപോലെ തന്നെ ഒരു ഇലയുടെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഒരു സൈഡിലുള്ള 2 എഡ്ജസിലും ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. ഒരേ രീതിയിൽ തന്നെ വരച്ചു കൊടുക്കുക. അതൊരു പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ സൈഡിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് ലെവൽ ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയ രീതിയിൽ ഒന്ന് എടുക്കുക. ഒരുപാട് റൗണ്ടല്ല, പക്ഷേ ഇലയുടെ ആ ഒരു സൈഡ് ഇരിക്കുമല്ലോ, ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിലുള്ള ഒരു പൊടികളും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. എല്ലാം ഈ ഒരു സദ്യ കേക്കിൽ ഉൾപ്പെടും. അതുകൊണ്ട് ഒരു പീസും വേസ്റ്റ് ചെയ്യരുത്. അങ്ങനെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് ബോർഡിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനൊരു 10 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് എടുത്തിരിക്കുന്നത്. കേക്ക് ബോർഡിൻ്റെ ബേസിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വേണം ഈ ഒരു കേക്ക് വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ എല്ലാം തയ്യാറാക്കിയതിന് ശേഷം ഈ കേക്ക് അതിൽ നിന്ന് സ്ലിപ്പായി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇനി രണ്ടായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ലെവലിൽ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഫസ്റ്റ് ലെയറിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ചൂടോടെ ഒന്നും ഇതിൽ ഒഴിച്ചു കൊടുക്കരുത്. അഥവാ ചൂടായിരുന്നാൽ അതിൻ്റെ പുറത്ത് വിപ്പിംഗ് ക്രീം വയ്ക്കുകയാണെങ്കിൽ അത് മെൽറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. വേണമെങ്കിൽ ഈ കേക്ക് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും നല്ലതാണ് ഐസിങ് ചെയ്യും മുമ്പ്. അങ്ങനെ ഒരു ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിക്കുക. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കണം. നല്ല തണുത്തിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. എന്തായാലും എൻ്റെ ഫോണിലും ബാറ്ററി ലോ കാണിക്കുന്നുണ്ട്. ഇനി ഉള്ളതൊന്നും ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ക്രം കോട്ടിങ്ങിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് ഗ്രീൻ കളർ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് ജെൽ കളറിൻ്റെ നേവി ബ്ലൂവും അതുപോലെ സൂപ്പർ റെഡും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളറ് ഞാൻ തയ്യാറാക്കിയത്. വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഈ ഒരു കളർ കിട്ടിയത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ രാവിലെയാണ് എടുക്കാൻ പോണത്. ഇത് രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി ഇതിലേക്ക് വീണ്ടും ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് കൂടെ തേച്ച് കൊടുക്കാം. താഴെ ഫുള്ളും കവർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. മുകളിൽ മാത്രം ചെയ്താൽ മാത്രം മതിയാവും. ഞാൻ കുറച്ച് സൈഡിലോട്ടും ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഇന്നലെ രാത്രി ഞാൻ തയ്യാറാക്കുമ്പോൾ
അതിൽ വേറൊരു കളറായിരുന്നു, കുറച്ചുകൂടെ ലൈറ്റ് കളറായിരുന്നു. വീണ്ടും ഞാൻ കളർ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു കളറാണ് കിട്ടിയത്. കുഴപ്പമില്ല, പക്ഷേ രണ്ടും രണ്ട് കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ സൈഡിലും ഒന്ന് ഒരു ചെറിയൊരു ഷേഡ് കൊടുത്തത്. ഒന്ന് തേച്ച് വിട്ടതാണ്, ഒരുപാടൊന്നും ക്രീം ഉപയോഗിച്ചിട്ടില്ല. ഇനിയാണ് നമ്മൾ ഇതിലോട്ട് ആർട്ടൊക്കെ തുടങ്ങാൻ പോണത്. എന്തായാലും ഇതുപോലെ കേക്കിൻ്റെ സെൻറ്ററിലോട്ട് ഇതുപോലെ ഒന്ന് സ്പാച്ചില കൊണ്ട് ഒരു വര ഇട്ട് കൊടുക്കുക. സ്പാച്ചില ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ടൊന്ന് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും, ഒരു ചെറിയൊരു കുഴിവ്. എന്നിട്ട് ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ഈ ബ്രഷ് കൊണ്ടൊന്ന് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, ഇതുപോലെ ആയിക്കോളും. ബ്രഷ് ഇല്ലാത്തവർക്ക് ഒരു ഫോർക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഓവർ പ്രസ് ചെയ്യാതെ മുകൾ ഭാഗം ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി, ഇതുപോലെ വര കിട്ടിക്കോളും. അങ്ങനെ നമ്മുടെ സദ്യയുടെ ഇല റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതിലിനി എങ്ങനെയാണ് ചോറും കൂട്ടാനും ഒക്കെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻറ്റ് ഉണ്ടാവും. ഈ ഒരു കേക്കൊക്കെ തയ്യാറാക്കുമ്പോഴാണ് നിങ്ങളെ കേക്കിലോട്ടുള്ള ഒരു ആർട്ടൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് കിട്ടുള്ളൂ. നല്ലൊരു വിന്നിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു കേക്ക് തയ്യാറാക്കുമ്പോൾ. എല്ലാവരും വിചാരം നോസിലൊക്കെ ഉണ്ടെങ്കിലേ കേക്ക് തയ്യാറാക്കാൻ പറ്റുള്ളൂ എന്ന്. എന്നാൽ ഇതുപോലത്തെ ആർട്ടുള്ള കേക്കൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ആദ്യം അതിനായിട്ടുള്ള പഴം തയ്യാറാക്കാം. പഴം തയ്യാറാക്കാൻ ഏറ്റവും മുകൾ ടോപ്പിലായിട്ടിരുന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസസൊക്കെ ഒന്ന് കൈ കൊണ്ടാണ് ഞാൻ പൊടിച്ചെടുത്തത്. മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എന്നിട്ട് 2 ടീസ്പൂൺ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നീഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ഓവൽ ഷേപ്പ് ആക്കിയിട്ട് പിന്നെ പഴത്തിൻ്റെ ആ ഒരു ഷേപ്പ് റെഡിയാക്കി എടുക്കുക. ആ മുകൾ ഭാഗം ഒന്ന് സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എത്രത്തോളം നമ്മൾ നീഡ് ചെയ്തെടുക്കണോ അത്രത്തോളം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിക്കോളും. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വിപ്പിംഗ് ക്രീമിലോട്ട് യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. ഒരുപാട് കട്ടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ ചിപ്സും ഉപ്പേരിയും തയ്യാറാക്കിയിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഒന്ന് കറുത്ത കളറൊന്ന് പുള്ളി വരച്ച് കൊടുത്തതാണ്, ഒരു ഡോട്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ ഷുഗറിലിട്ട് പൈനാപ്പിളാണ്, ഷുഗറിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് പൈനാപ്പിളിലോട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അതുപോലെ കുറച്ച് കേക്ക് പീസൊക്കെ ഇതുപോലെ ഒരു ചെറിയ പീസായിട്ട് നമ്മുടെ സാമ്പാറിന് അരിയുന്ന കഷ്ണങ്ങൾ പോലെ ഒന്ന് അരിഞ്ഞ് ഇതുപോലെ ഇട്ടിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷാണ് ഒഴിച്ച് കൊടുത്തത്. അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സാമ്പാറിനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീമായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാതെ ക്രീം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അതിലേക്ക് ഞാൻ കുറച്ച് പാലും അതുപോലെ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും കൂടി മിക്സ് ചെയ്തിട്ടാണ് സാമ്പാറാക്കിയത്. അങ്ങനെ സാമ്പാർ തയ്യാറായി. ഇനി ഒരു ബൗളിലോട്ട് കുറച്ച് അനാർ എടുത്തിട്ടുണ്ട്, മാതുളമാണ്. അതിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷും അതുപോലെ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്ത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും തയ്യാറാക്കി. ഇനി കുറച്ച് അവിയലിന് വേണ്ടിയിട്ടാണ് കുറച്ച് കേക്ക് നന്നായിട്ട് പൊടിച്ചതും അതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ഇതുപോലെ ഒന്ന് വിപ്പിംഗ് ക്രീമിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ കുറച്ച് യെല്ലോ കളർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെമൺ യെല്ലോ ആണ്, ഷെഫ് മാസ്റ്ററിൻ്റെ എല്ലാം ജെൽ കളറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിലേക്ക് കുറച്ച് നീളമുള്ള ആപ്പിളും കൂടി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ കേക്കിന് നന്നായിട്ട് പൊടിച്ചും അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത് ഒരു തേങ്ങ അരച്ചതിൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാനും ഒരു വൈറ്റ് കളറ് വിപ്പിംഗ് ക്രീമിലോട്ട് തന്നെ കുറച്ച് ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെള്ളരിക്ക പച്ചടിയും തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇനിയൊരു കപ്പിലോട്ട് ഞാൻ കുറച്ച് ബ്ലൂ കളറും അതുപോലെ തന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും ബ്ലൂബെറിയുടെ ക്രഷും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ്. അങ്ങനെ ഇഞ്ചിക്കൂട്ടും തയ്യാറായി. ഇനി ക്യാബേജ് തോരനാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തതും കുറച്ച് കേക്ക് പൊടിയും കൂടി മിക്സ് ചെയ്ത് കുറച്ച് കേക്കും കൂടെ മിക്സ് ചെയ്ത് മാത്രം വെച്ചിട്ടുണ്ട്. ഇനി ചോറിനായിട്ട് ഞാൻ കുറച്ച്
കേക്ക് തന്നെ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി വിളമ്പി കൊടുക്കാം. ലാസ്റ്റാണ് ട്യൂട്ടി ഫ്രൂട്ടി കൊണ്ട് കുറച്ച് ബീട്രൂട്ട് തോരനും കൂടി തയ്യാറാക്കിയത്. അത് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. അതുപോലെ ബാക്കി വന്ന കുറച്ച് വിപ്പിംഗ് ക്രീം കൊണ്ട് ഇതുപോലെ ഒരു മോര് കറിയായിട്ടല്ലെങ്കിലും കുറച്ച് തൈരായിട്ട് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബോളി കൊണ്ട് പപ്പടവും തയ്യാറാക്കി. അങ്ങനെ ഒരു അടിപൊളി സദ്യ തയ്യാറായി. എന്തായാലും നിങ്ങളെല്ലാവർക്കും ഈ ഒരു സദ്യ ഇഷ്ടപ്പെട്ട് കാണും. വളരെ ഈസി അല്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. എന്തായാലും ഞാൻ ഈ ഒരു കേക്ക് ഇവിടെ കട്ട് ചെയ്യുന്നില്ല. ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയത്. ആരാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. എന്തായാലും പോകാൻ വേണ്ടി ഞാനൊന്ന് റെഡിയാവാൻ പോവുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ റെഡിയായിട്ട് വന്നിട്ട് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം. വളരെ അടുത്തുള്ള ഒരു യാത്രയായിരുന്നു. എന്തായാലും നമ്മളിവിടെ വന്ന് എത്തിയിട്ടുണ്ട്. മക്കളൊക്കെ എന്നെ റിസീവ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതെൻ്റെ വലിയ കാക്കാണെന്നാണ് ഞാൻ പറയണത്. വലിയ മൂത്ത കാക്കയുടെ ഭാര്യയുടെ വീടാണ്. അവിടെയാണ് വന്നിരിക്കുന്നത്. മക്കളൊക്കെ ഇന്നലെ രാത്രി UAE നിന്ന് വന്ന ക്ഷീണത്തിൽ ഇങ്ങനെ ഉറക്കണീറ്റ് നിൽക്കുകയാണ്. എന്തായാലും ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് കണ്ടത്. ഇപ്പം നമ്മൾ കണ്ടത് നമ്മുടെ ഹംദ അമേസിങ് വേൾഡ് എന്നുള്ളൊരു ചാനലിൻ്റെ ഉടമയാണ് ഹംദയാണ്. ഉറക്കം എണീറ്റതുകൊണ്ട് ചെറിയ ചമ്മലൊക്കെ ഉണ്ട്. എന്തായാലും മക്കളൊക്കെ എന്നെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോണ്. ടാറ്റ പറയുകയാണ്. ഹെസ ഇസ എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല ജോളിയായിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യണത്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. എനിക്ക് ഇവിടുത്തെ ഗാർഡൻ വല്ലാതെ ഇഷ്ടപ്പെട്ട്. ഒരുപാട് മണി പ്ലാന്റും അതുപോലെ തന്നെ ടർട്ടിൽ വെയിന് വെറൈറ്റി ഓഫ് ചെടികളാണ് മാമി വെച്ചിട്ടുള്ളത്. ഇത് മാമിക്ക് മാത്രം സ്വന്തമായ ഒരു ഗാർഡനാണ്. ഒരൊറ്റയ്ക്ക് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുള്ളതാണ്. എന്തായാലും നല്ല രസമുണ്ട്. നല്ല പോസിറ്റീവ് എനർജി തരുന്ന എല്ലാ ചെടികളും ഇവിടെ ഉണ്ട്.
സമയം 10-10:30 ആയിട്ടുള്ളൂ രാവിലെ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം എല്ലാവരും ലേറ്റായിട്ട് ഉറങ്ങിയതുകൊണ്ട് താമസിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ്. എന്തായാലും രാവിലെ നല്ല മണമുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല നെയ്പത്തലാണ് രാവിലെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. മട്ടൻ കറിയും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാമിയാണ് ഇത് തയ്യാറാക്കി തന്നത്. അച്ചോ ഓ ഹായ്. അങ്ങനെ കുട്ടീസൊക്കെ കളിക്കുകയായിരുന്നു. എല്ലാവരും ഡാൻസും പിള്ളേർ മാറി മാറി കളിക്കുകയായിരുന്നു. എന്തായാലും ഹെസക്കുട്ടി കുളിച്ച് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അവൾ എന്തൊക്കെയോ ഹാജറയുടെ അടുത്ത് വർത്തമാനമൊക്കെ പറയാനുണ്ട്. അങ്ങനെ എല്ലാവരും തിരക്കൊക്കെ തീർന്നതിന് ശേഷം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കും മുമ്പായിട്ടാണ് നമ്മൾ കേക്കൊന്ന് കട്ട് ചെയ്തിരുന്നത്. അത് തുറന്നു നോക്കുമ്പോൾ സാമ്പാർ തൈര് കറിയൊക്കെ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ തന്നെ കിട്ടിയത് വലിയ ഭാഗ്യമാണ് സ്കൂട്ടറിൽ കൊണ്ടുവന്നത്. ഇനി നമ്മൾ അതൊന്ന് സെറ്റാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇസക്കുട്ടി വന്ന നേരമേ കേക്കാണെന്ന് അറിഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ഇതായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ കേക്ക് എനിക്കും വേണം, എനിക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് പിണങ്ങിയൊക്കെ ഇരുന്ന് ഇത് കൊടുത്തില്ലാന്ന്. എന്തായാലും എല്ലാവരും കട്ട് ചെയ്ത് കഴിക്കാം. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ ഹംദ ഇത് കട്ട് ചെയ്യുന്നുണ്ട്. മോളെ എത്ര കഴിച്ച്? Thanks for watching. Please subscribe my channel. Click bell icon. Select all, like, comment and share.